പാട്ടിന്റെ പൊൻകുരുന്നുകളുടെ സംഗീതവേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. രാഗമധുരത്തിന് കൂട്ടായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് MJ അങ്കിൾ, ബിന്നി ആന്റി, റിമി ചേച്ചി. പാട്ടിന്റെ കുറുമ്പ് കൂട്ടിലേക്ക് കോമ്പറ്റീഷനുമായിട്ട് നമ്മുടെ സ്വന്തം താരക്കുട്ടിയെത്താണ്. വെൽക്കം താരക്കുട്ടി ഓൺ സ്റ്റേജ്. എന്താ കയ്യില്? ഹലോ ഹലോ. ഹായ് താരക്കുട്ടി. ഓ ഞാൻ പിന്നെ ഒരു കാര്യം പറയാം. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇല്ല. അതിനകത്ത് എന്താണ്? അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനം എന്തെന്ന് പറ. അതോ? അതിനകത്ത് ലഡ്ഡു. അയ്യോ തെറ്റ്, വെറും തെറ്റ്. പച്ച തിന്നാനുള്ള എന്തോ ആണോ? മുറുക്ക്, ജിലേബി. കണ്ടിട്ടേ ഇല്ല. എന്നോട് പറ എന്താ അതിനകത്ത്? ചക്ക. പക്ഷെ അവൾ ശരിക്കും മുറുക്ക്. ശരി, എന്താ നിങ്ങൾ പറയുന്നത് തീരെ ശരിയല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചക്കപ്പഴം. അങ്ങനത്തെ എല്ലാ സാധനം, വേറെ സാധനം. ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കളിപ്പാട്ടം. ഓ, ഡോഗ്. ഡോഗോ? അതെന്ത് ഡോഗ്? നായ്ക്കുട്ടി. നിങ്ങൾക്ക് ആർക്കും അറിയില്ലേ? ഇല്ല. എന്താ പറയൂ? ആനക്കുട്ടി. അത് തന്നെ കറക്റ്റ് ആയിരിക്കും. ആനയാണോ? ഞാനൊരു കാര്യം പറയട്ടെ, അതാണോ? മീനോട്ടിക്ക് ചേരും. എനിക്ക് മൈക്ക് വെച്ചിരിക്കുന്നുണ്ടേ പറ്റത്തില്ല കേട്ടോ. അതാ പ്രശ്നം. അശ്വതിക്ക് ചിലപ്പോ ജഡ്ജസ് എല്ലാരും ഞങ്ങൾക്ക് വെക്കാം. ജഡ്ജസിന് തന്നേരെ. ബിന്യാൻറ്റി വെപ്പിക്കാവേ. ഞാൻ മഞ്ഞക്കുഞ്ഞി കാതുള്ള ചക്കിപ്പൂച്ചയ്ക്ക് എന്ന് പറയുന്ന പാട്ടാ പാടാൻ പോവാ. ഓ, ആ പാട്ടാണോ പാടുന്നേ? അതാരാ മ്യൂസിക്? മ്യൂസിക് ചെയ്തത് ഗിരീഷ് പുത്തഞ്ചേരി സാർ. ആണോ മ്യൂസിക്? സംഗീതം SP വെങ്കടേഷ് സാർ. പാടിയത് MJ അങ്കിളും സുജാത ആന്റി അല്ലേ? ആണെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ, ഓർമ്മയില്ല. പിന്നെ വേറെന്തുണ്ട് വിശേഷം? ഇവിടെ ഈ കണ്ടസ്റ്റന്റ് ആയിട്ട് ആയി. ഇനിയിപ്പോ മാർക്കൊക്കെ ഇടണം. മാർക്കൊക്കെ കിട്ടി ഫൈനലിൽ വരണം. അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഭയങ്കര ടെൻഷൻ. അപ്പൊ എന്താ തോന്നി? എനിക്ക് അതെ, താരക്കുട്ടിയുടെ ഡ്രസ് സൂപ്പർ ഡ്രസ്. അയ്യോ, ഓ രക്ഷയില്ല. താരക്കുട്ടി എപ്പോ വരുമ്പോഴും സൂപ്പർ വെറൈറ്റി ഡ്രസ് ഇട്ടിട്ടാ വരുന്നത് കേട്ടോ. വെറൈറ്റി ഡ്രസ്സാ. ഇതാര് ഈ ഡ്രസ്സൊക്കെ എവിടുന്ന് പുറത്തുനിന്നൊക്കെ കൊണ്ടുവരുന്ന പോലെയാണോ? ഇതാരെ ഡിസൈൻ ചെയ്യിപ്പിക്കുന്നൊക്കെ? അതൊക്കെ നമ്മളുടെ നാട്ടിലെ ഒരു ചേച്ചി, ആന്റി ദീപാന്റി എന്ന് പറയുന്ന ഒരു ആന്റിയാണ്. സ്റ്റൈലിസ്റ്റ് ആണ് അല്ലേ? ഓ, സൂപ്പർ ആന്ന് പറയണ കേട്ടോ. പിന്നെ ഇടക്കിടക്ക് മീശയിലും വാങ്ങിക്കും. മക്കളെ, അപ്പൊ പാടിയാലോ? അപ്പൊ ഞങ്ങൾ അത് വെക്കണോ? നിർബന്ധമായിട്ടും ഞാൻ നിങ്ങളുടെ ഒക്കെ ഫാനാണ്. കാണാറുണ്ട്. മീനുട്ടി, എല്ലാ എപ്പിസോഡിലും ഇതേപോലെ നമുക്ക് ഓരോ മുഖംമൂടി വരുവാണെങ്കിൽ നമുക്ക് മേക്കപ്പ് ഒന്നും ഇടാണ്ട് വന്നിരുന്നാ മതിയായിരുന്നു. നിങ്ങൾ തന്നെ ഉദ്ഘാടനം ചെയ്യണം കേട്ടോ. നിങ്ങൾ വെച്ചോണ്ട് വാ. ഞങ്ങൾ 3 പേർക്കും വേണം. ഇത് വെച്ചോ, ഈ പെട്ടി വെച്ചോ. എന്നാ പോരെ. ഞാൻ പാടുവല്ലേ അല്ലേ? ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. നീലപ്പീലി വാഴും കുഞ്ഞു കണ്ണുകളും ഇമ്പമോടെ
ചക്കിപ്പൂച്ചയ്ക്ക് ചക്കര നിന്നാനുള്ളിൽ മോഹിച്ചല്ലോ. പമ്മി പമ്മി പാഞ്ഞിട്ടും പാവം നിന്നിട്ടും ഇത്തിരി ഇത്തിരിയോളം ചക്കര കിട്ടില്ല. ഓടുക്കാമ പാവം പാടിയിറങ്ങി അടുക്കള തോറും നിറനിടങ്ങി. കൊതി കൊണ്ടു നാക്കിൽ കടലിരമ്പി ഇരുട്ടിനു കൂട്ടായി സ്വയം പതുങ്ങി. താഴത്തെ വീട്ടിൽ കടന്നു ചെന്നേ തേനൊളിപ്പാൽ കുടം വീണുഴച്ചേ. വട്ടപ്പാത്രം തട്ടിപ്പൊട്ടിയ ശബ്ദം കേട്ടിട്ടോടിയെടുത്തൊരു വട്ടക്കണ്ണി പെണ്ണുൾ മുട്ടൻ വടി കൊണ്ടടിയായി ചട്ടപ്പട്ട അടിപൊളിയായി. മഞ്ഞക്കുഞ്ഞിക്കാതുള്ള ചക്കിപ്പൂച്ചയ്ക്ക് ചക്കര നിന്നാനുള്ളിൽ മോഹിച്ചല്ലോ. പമ്മി പമ്മി പാഞ്ഞിട്ടും പാവം നിന്നിട്ടും ഇത്തിരി ഇത്തിരിയോളം ചക്കര കിട്ടില്ല. ആരത്തുടൻ ചക്കര കിടച്ചുമില്ല, അടിയുടെ നൊമ്പരം കുറഞ്ഞുമില്ല. ആ പോക്കിരി ചങ്കരൻ കഥയറിഞ്ഞേ പുതിയൊരു പായം ചൊല്ലിക്കൊടുത്തേ. കാക്കിരി പാമ്പിനെ പിടിച്ചെടുത്ത് പോക്കിരി പെണ്ണിനെ കുതിപ്പിക്കണം. ചക്കര തേടി ചുറ്റി നടന്നൊരു ചടപട ചാടും ചക്കിപ്പൂച്ചയ്ക്കമ്പട അപ്പട പടപടയടിയും പാമ്പിൻകടിയും തടികിട തിമിഴതും. മഞ്ഞക്കുഞ്ഞിക്കാതുള്ള ചക്കിപ്പൂച്ചയ്ക്ക് ചക്കര നിന്നാനുള്ളിൽ മോഹിച്ചല്ലോ. പമ്മി പമ്മി പാഞ്ഞിട്ടും പാവം നിന്നിട്ടും ഇത്തിരി ഇത്തിരിയോളം ചക്കര കിട്ടില്ല. അരെ വാ, സബാഷ്, സബാഷ്. അടിപൊളി അടിപൊളി താങ്ക് യു. അടിപൊളി താരക്കുട്ടാ. താരക്കുട്ടി രണ്ട് കാര്യം കലക്കി. ഓപ്പണിംഗ് ഇല്ലേ, മഞ്ഞക്കുഞ്ഞിക്കാ. ടൈമിംഗ് ഉണ്ടല്ലോ, ആ ടൈമിംഗ് പെർഫെക്റ്റ് ആയിരുന്നു. താങ്ക് യു. എല്ലാവർക്കും ആ ഒരു സ്ഥലം ഞാൻ നോക്കി നിൽക്കി എടുക്കാൻ വലിയ പ്രയാസം. മഞ്ഞക്കുഞ്ഞിക്കാതുള്ള ചക്കിപ്പൂച്ചയ്ക്ക് ചക്കര നിന്നാനുള്ളിൽ മോഹിച്ചല്ലോ. പമ്മി പമ്മി പാഞ്ഞിട്ടും പാവം നിന്നിട്ടും ഇത്തിരി ഇത്തിരിയോളം ചക്കര കിട്ടില്ല. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റിൽ ഒരു ചേഞ്ച് ഓവർ ഉണ്ട്, സ്കെയിൽ ചേഞ്ച്. അതെ. ആ ഓൺ ദ ടോട്ട് ടക്കെന്ന് അവിടെ എടുത്ത്, അതാർക്കും പറ്റാത്തൊരു കാര്യമാണ്. അതും താരക്കുട്ടി കലക്കി, പാട്ടും നന്നായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു. ടോട്ടലി എന്താ പറയുന്ന ഒരു നമ്മളൊക്കെ എന്തെങ്കിലും ചെറിയ ദുഃഖത്തിലല്ലോ ഇരിക്കുക എന്നുണ്ടെങ്കിൽ ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു സന്തോഷവും നമുക്കൊന്ന് ചാടാൻ തോന്നും, ഒന്ന് തുള്ളാൻ തോന്നും. അതെ, അത് മോള് വെച്ച് സ്പ്രിഞ്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി. മക്കളെ നന്നായിരുന്നു കേട്ടോ മോനെ. ഇത് കൊണ്ടുവന്നതിന് താങ്ക്സ് കേട്ടോ. നല്ല രസമായിരുന്നു. ഞങ്ങളൊക്കെ കുറച്ച് നേരത്തേക്ക് കുഞ്ഞു കുട്ടികളായി മാറി, താരക്കുട്ടിയുടെ പ്രായമുള്ള കുട്ടികളായി മാറി ഞങ്ങളെല്ലാരും. അപ്പൊ അതുകൊണ്ട് നന്നായി പാടി കേട്ടോ. ചേഞ്ച് ഓവർ അസാധ്യമായിട്ട് പാടി. പിന്നെ അതുപോലെ സ്റ്റാർട്ടിങ് ടൈമിങ് ഇതെല്ലാം
സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു മിടുക്കി. സുഖീ ഭവ. താതക്കുട്ടി താതക്കുട്ടി നന്നായിട്ട് പാടി വേണ്ടി തന്നെ ഞാൻ കണ്ടുപിടിച്ചേ. വട്ടപാത്രം തട്ടിപ്പൊട്ടിയ ശബ്ദം കേട്ടി ഒട്ടി എടുത്തൊരു പൊട്ടക്കണ്ണി പെണ്ണ് പിന്നെ മുട്ടൻ വടി കൊണ്ടടി ഇടപെടുത്ത അടിപൊളി. എനിക്ക് ആ വരി അങ്ങ് ഇഷ്ടപ്പെട്ടു. എനിക്ക് വട്ടപാത്രം തട്ടിപ്പൊട്ടിയ ശബ്ദം കേട്ടി തോടിയെടുത്തൊരു വട്ടക്കണ്ണി പെണ്ണൊരു മുട്ടൻ വടി കൊണ്ടടിയായ ചടിപട്ട അടിപൊളിയാ. ചക്കര തേടി ചുറ്റി നടന്നൊരു ചടപട ചാടും ചക്കിപ്പൂച്ച കമ്പട അപ്പട പടപടയടിയും അമ്മിൻ കടിയും അടിപൊളി അടിപൊളി. ഇപ്പൊ കൊടുക്കുന്നോ പൂക്കുറ്റി? ഇപ്പൊ പൂക്കുറ്റിയല്ല, മാർക്ക് കൊടുക്കാൻ പോവാ. സോ വി ആർ ഗിവിംഗ് യു 96 ഔട്ട് ഓഫ് 100. താങ്ക് യു. ആടി ഒരു പൂച്ച പൂക്കുറ്റി. അപ്പൊ താരക്കുട്ട ടാറ്റ. എങ്ങനെയുണ്ട് കോമ്പറ്റീഷനിൽ വന്നിട്ട്? പഴയ പോലെ തന്നെയാണോ? ആണല്ലേ? പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, മാർക്ക് കിട്ടുന്നുണ്ട്. അത് മതി കേട്ടോ. ടാറ്റ. ബൈ ബൈ. സീ യു. ബൈ ബൈ. പാലക്കാടിന്റെ അഭിമാനമായി പാട്ടിന്റെ വിരുന്നുവേദിയിലേക്ക് എത്തിയ പ്രിയപ്പെട്ട പാട്ടുകാരി ഗൗതമി കുട്ടി. വെൽക്കം ഗൗതമി ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ ഗൗതമി. മകളെ, എവിടാ സ്ഥലം? പാലക്കാട്. പാലക്കാട് സംഗീതത്തിന്റെ ഒരു കേന്ദ്രം, ഒരു വലിയ സ്ഥലമാണ് പാലക്കാട്. പാലക്കാട്. അപ്പൊ സംഗീത സാന്ദ്രമായ ഒരു പ്രദേശത്തു നിന്ന് ഇങ്ങനെ പാറിപ്പറന്നു വരുന്ന ഒരു പൊൻകിളിയാണ് ഗൗതമി. ഏത് പാട്ടാണ്? പ്രണയമണിത്തൂവൽ. പ്രണയമണിത്തൂവൽ പൊഴിയും പവിഴമഴ. ആഹാ. റമി, ഈ പവിഴമഴ നനഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഉഗാണ്ടയിലാണ്. അത് ഉഗാണ്ടയിൽ വെച്ച് ഞാൻ ആ മഴ നനഞ്ഞത്. അല്ല, ഉണ്ട്. മീനുട്ടിക്കറിയില്ലേ? ഐസ് മഴയുണ്ട്, ഐസ് മഴ. അത് ആലിപ്പഴം വീഴുന്നോ? അതുപോലെ പവിഴമഴയുണ്ട്. അതെ. ഇല്ലെങ്കിൽ പിന്നെ ചുമ്മാ എഴുതുവോ? ആ പവിഴമഴ വീണ എനിക്ക് 2 സ്റ്റിച്ച് ഇട്ടു. അങ്ങനെ അതെനിക്ക് അത്ര എനിക്ക് പോയിട്ടില്ല. അതെനിക്ക് ഓർമ്മയുള്ളൂ. സാറിന് അങ്ങനെ എപ്പോഴെങ്കിലും? അല്ല, എനിക്ക് വർണ്ണമഴ വീണു. വർണ്ണമഴ. വർണ്ണമഴ എനിക്ക് ഒരുപാട് വീണിട്ടുണ്ട്. അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഇടാം. കാരണം ഞാൻ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഈ പൂക്കൾ ഇങ്ങനെ വാരിട്ട് വർണ്ണങ്ങളായിട്ട് ഇങ്ങനെ വന്ന് വീഴും. പിന്നെ ഈ മറ്റേ ഇത് പൂക്കുറ്റി പോലത്തെ സാധനം നടിക്കുമ്പോ ഇങ്ങനെ, അതല്ലേ വർണ്ണമഴ. അതിങ്ങനെ പൊഴിയുമ്പോഴാണ് വർണ്ണമഴ. മോളെ, ആരൊക്കെയാണ് ഇതിന്റെ സൃഷ്ടികർത്താക്കൾ? കൈതപ്രം സാറ്, വിദ്യാസാഗർ സാർ മ്യൂസിക്. ഓക്കെ. പാടിയത് സുജാത മാം, അഴകിയ രാവണൻ. ഓൾ ദ ബെസ്റ്റ്. 1996. ഓ, ഗുഡ് ഗേൾ. പവിഴമഴ മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, ആദ്യാനുരാഗ രാമഴ. മഴവിൽ കുളി
ഗൗതമി കുട്ടി, യെസ്, നല്ല സെലക്ഷൻ. താങ്ക് യു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോടെ ഈ ആലാപനത്തില് ലാരരാ. സാധാരണ എല്ലാ കുട്ടികൾക്കും നീ പിടിച്ചു നിർത്തുമ്പം കൃത്യമായിട്ട് ചേരാൻ കുറച്ച് പ്രയാസം വരും. പക്ഷെ മോള് വളരെ കൃത്യമായിട്ട് ആ ഭാഗങ്ങളൊക്കെ താങ്ക് പാടി. യു സർ. അതായത് പാട്ട് പാടിയത് എല്ലാ സ്ഥലങ്ങളിലും നന്നായിരുന്നു. ബട്ട് സംഗതികൾ ശ്രദ്ധിക്കണം. അതായത് അരികിൽ വരുമ്പോൾ തരിരീരരാ, അകലത്തു, അതിന്റെ സംഗതി അത് കഴിഞ്ഞിട്ട് അകലത്തു നിന്നാൽ നാൾ നാൾ നാൾ. നാൾ. ആ അത് കറക്റ്റായിട്ട് ആ സംഗതി സ്ലോയിൽ പഠിച്ചിട്ട് പാടണം. അത് മോളിപ്പം ഒരു ഒഴുക്ക് ഇനി ഒഴുകി, ഈ മലവെള്ളം ഒഴുകി വരുന്ന പോലെ ഇനി വന്നു. ആ. പഠിക്ക. അകലത്തു നിന്നാൽ ആ മിടുക്കി. അത് കഴിഞ്ഞ് മിണ്ടുന്നതെല്ലാം ആ മിണ്ടുന്ന ശ്രുതിയിൽ കൃത്യമായിട്ട് മിണ്ടുന്നതെല്ലാം ആ തെളിനീർമഴ 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 ആ പ്രിയ ചുംബനങ്ങൾ ആ സെയിം തന്നെ. അത് കുറച്ച് സ്പീഡിൽ വരണം, നേരത്തെ പാടുക. പ്രിയ ചുംബനങ്ങൾ അത് നേരത്തെ കറക്റ്റായിട്ട് വന്നു, ഇപ്പൊ വരുന്നില്ല. പിന്നെ വിരഹങ്ങളേകി തുടങ്ങുന്ന സ്ഥലമൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ട് വിശ്രമിച്ച് സുഖമായിട്ട് എടുക്കുക കേട്ടോ. അപ്പൊ ആദ്യത്തെ പാട്ട് അങ്ങനെ പാടിക്കഴിഞ്ഞു അല്ലേ? സ്വയമായിട്ട് എന്ത് തോന്നുന്നു? കുഴപ്പമില്ല, ശ്രുതി ചിലത് പോയിന്റ്. കുഴപ്പമില്ല, അത് ഞങ്ങൾക്കും കുഴപ്പമില്ല, കാരണം തുടക്കമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ എല്ലാം വിടും. ഇനി അങ്ങോട്ട് പോകെ പോകെ ഞങ്ങൾ ഓരോ ഇഞ്ചായിട്ട് പിടിക്കും. ആ ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാം ഓക്കെയാണ്. പക്ഷെ മോള് നന്നായിട്ട് പാടുകയും ചെയ്തു കേട്ടോ. ഈ സംഗതികൾ മാത്രമാണ് മോക്ക് വരാത്തത്. അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ചെയ്താൽ മിടുമിടുക്കിയായിട്ട് വരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മക്കളെ. മോള് നന്നായിട്ട് പാടിട്ടോ. എനിക്ക് സെക്കൻഡ് ടൈം ആ കാരം നന്നായിട്ട് എടുത്തു ഹമ്മിങ്. അത് സെയിം എം ജി ചേട്ടൻ പറഞ്ഞ അതേ സംഭവമാണ്. ഒന്ന് മേലെ ആദ്യാനുരാഗം, ഈ മഴ കറക്റ്റായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അത് വരുമ്പോഴത്തേക്കും ഒരു നല്ല ഫീൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ സംഭവം അതെ അത് മോളൊന്ന് നോക്കണം കേട്ടോ. അത് ഒരു പ്രാവശ്യം പാടിച്ചപ്പോ വന്നു അത് പാടി പാടി നോക്കുമ്പോഴത്തേക്ക് ആ സംഭവം വരും. അത് മാത്രം മോൾക്ക് ഇതിനകത്തൊരു കുറവ് എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ. മിടിക്കുക കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ചക്കരെ ഞാൻ എല്ലാരും ഇങ്ങ് ചക്കരയാക്കി കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല, പേരിട്ടില്ലേ കുഴപ്പമില്ല. ചക്കര മോളെ സ്ലിം ബ്യൂട്ടി. എന്ത് സ്ലിം ബ്യൂട്ടിയാണ് പാടുന്ന ശബ്ദം അല്ലേ? ഞാൻ ആദ്യം ഒന്ന് ശങ്കിച്ചു. ഈ മൈക്ക് പിടിക്കാൻ തന്നെ ആരോഗ്യമില്ലെത്തിയ കൊച്ചു, എന്റെ ദൈവമേ ഈ പ്രണയമണിയൊക്കെ എങ്ങനെ ഈ പാട്ട് കൊച്ചു എങ്ങനെ ഈ മോളെ എങ്ങനെ പാടുന്നു. പക്ഷെ പാടി കഴിഞ്ഞപ്പോ സൂപ്പറായി പാടി കേട്ടോ. പിന്നെ കുറച്ചുകൂടെ സുജാ ചേച്ചിനെ ഒന്ന് ആവാഹിച്ച് മനസ്സിലോട്ട്, ഇത് സുജാ ചേച്ചിയുടെ കരിയറിലെ തന്നെ ഒരു മുത്താണ് ഈ പാട്ട്. അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്. എന്റെ പൊന്നെ ചേച്ചി ആ ഒരു ഫസ്റ്റ് വരി തന്നെ ചേച്ചി അങ്ങ് മൊത്തം അങ്ങ് ജീവനും ശ്വാസവും എല്ലാം എക്സ്പ്രഷൻ അങ്ങ് കൊടുത്ത് പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ അതിലങ്ങ് കോരി കുടിക്കാം. പ്രണയ ആ അനുരാഗ മഴ എല്ലാം ഉണ്ട്. അതിപ്പോ മോക്ക് അങ്ങോട്ട് ആ ഒരു പ്രായത്തിലോട്ടങ്ങ് വരുന്നേ ഉള്ളൂ. എന്താണ് പ്രണയം അതൊന്നും പക്ഷെ എന്നാലും നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, കേട്ട് പഠിക്കാം. കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ തന്നെ ഇതിനു മുമ്പ് ടോപ്പ് സിംഗറിൽ ഇതുപോലെയൊക്കെ പാടിയിട്ടുണ്ടല്ലോ. അതിനിപ്പോ എന്താണ് സ്നേഹം അതൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ മനസ്സിലാവുമല്ലോ കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ ഇത്ര രസമായിട്ട് ഈ പ്രായത്തിൽ പാടി അതിനൊരു നല്ലൊരു കൈയടി. ഇനിയും ബ്യൂട്ടിഫുൾ ആവട്ടെ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. So today we are giving you 94 out of 100. ആടി ഒരു പവിഴമഴ പൂക്കുറ്റി.
സ്റ്റേജിലേക്ക് ആൻസറ എത്തുകയാണ്. കുറേ വർത്തമാനങ്ങളും കളിയും ചിരിയും ഒക്കെ ആയിട്ട്. സോ ലെറ്റ്സ് വെൽക്കം ആൻസറ ഓൺ സ്റ്റേജ്. ഹലോ 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 ആൻസറാ? ആ ആൻസർ ആണോ? അതെ ആൻസർ ആണോ? അപ്പൊ ക്വസ്റ്റ്യൻ ഏതാ? ആ. അതറിഞ്ഞൂടാ. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, എന്നാലല്ലേ എനിക്ക് ആൻസർ പറയാൻ പറ്റത്തുള്ളൂ. അയ്യോ ക്വസ്റ്റ്യൻ ഇവിടെ ഇല്ല. ക്വസ്റ്റ്യൻ വേണം, എനിക്ക് ക്വസ്റ്റ്യൻ വേണം. അയ്യോ, ഇല്ല കരയും. ഒന്നും കയ്യിലില്ല. ഇല്ലെങ്കിൽ കരയോ അങ്കിള്? കരാട്ടെ വേണമെങ്കിൽ ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാണ്. പിന്നെ എന്റെ കരച്ചിൽ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കടിക്കും. കടിച്ചാ ഞാൻ തിന്നും. എന്നെ തിന്നാൻ വന്നാല് ഞാൻ വിഴുങ്ങും. വിഴുങ്ങിയാ തല്ലും. അപ്പൊ എന്റെ വയറ്റിൽ കിടന്നേ തല്ലാൻ പറ്റും. വയറ്റിൽ കിടന്നാനില്ലേ കൈയും കൊണ്ട് കുത്തും. കുത്തിക്കോ. കൊയറിന്റെ അപ്പൊ ഞാൻ ഈ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോ ഇങ്ങനെ ചക്കരെ ഇത് ചക്കരന്ന് വിളിച്ചു. ഞാൻ എടുത്തിട്ടില്ലേ? എന്താ മോനെ? ഞാൻ ഹിന്ദിയിലത്തൊരു സിനിമാ നടൻ എടുത്തിട്ടില്ലേ? പറഞ്ഞ രീതി നിങ്ങൾ കേട്ടോ? ഹലോ, ഏതോ ഒരു ആള് എടുത്തിട്ടില്ലേ? ഏതോ ഒരു ഇന്ത്യക്കാരെടുത്ത് പൊക്കിയില്ലേ? എടുത്തിട്ടില്ലേ നീ? പിന്നെ പേരറിയില്ലേ? എനിക്കറിയാം. പേരറിയില്ലേ? പറയാ. പോണിറ്റെയിൽ ഇട്ടത്. ഞാൻ പോവാട്ടാ. അല്ല പേര് പറ. എന്റെ പേരോ? അല്ലല്ല, എടുത്ത ആളുടെ പേരോ? ഞാനിപ്പോ കരയും കേട്ടോ. എന്നോടൊന്നും ആരും ഇങ്ങനെ അതാരാന്ന് പറഞ്ഞത്? സത്യം പറ. സത്യം പറ. മോളെ, എന്നെ തന്നെ ടാർഗറ്റ് ചെയ്യാതെ ഇങ്ങോട്ടൊക്കെ അല്ല, ആദ്യം എനിക്ക് തോന്നുന്നു മോക്ക് ഒരേ പ്രായമായിട്ട് തോന്നിക്കാണോ? അതായത് ഹലോ പോണിട്ടിൽ എനിക്ക് എടി കുതിരവാലി, ഇന്നെ ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. നിന്റെ ചെവിക്ക് ഞാൻ പിടിച്ചിട്ട് ഒരു ഒറ്റ തൂക്കി എടുത്ത് ഞാൻ തൂക്കി എറിഞ്ഞ കുതിരയുടെ അവിടെ തന്നെ എറിയും. പാട്ടില്ലേ ഇവിടെ? ആദ്യം പേര് പറയുന്നുണ്ടോ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ആരും കൊച്ചിനെ പാടിപ്പിക്കാൻ. മോൾ എന്താ ആദ്യം ചോദിച്ചത്? പേര് പറയാനല്ലേ? എനിക്കൊരു പേരും, എന്റെ പേര് റീമി ടോമി. എന്നെ എടുത്ത ആള് ഷാരൂഖ് ഖാൻ. പോരെ, പാട്ട് പാടാവോ ഇനിയെങ്കിലും? ആരായിരുന്നു ആ പാട്ട് പാടാ? റിമി ടോമി. ഇത് അത്രയും ചിരിക്കണ്ട മീനോട്ടി ചേച്ചി. അല്ല, അത്രയൊന്നും ആരും ചിരിക്കണ്ട. ഇനി ചിരി ഒന്നുമില്ല ഇവിടെ. ഞങ്ങൾ തമ്മിലുള്ള കാര്യം ഞങ്ങൾ തീർത്തോളാം. റിമി ടോമി അതല്ല, ഞാൻ അനങ്ങാണ്ടിരുന്നോളാ. ഞാൻ പാടാ. ശരി. വെറുതെ പിടിക്കണം എന്തിനാ? അതന്നെ ഞാനും ചോദിച്ചതാ മോളെ. ഞാൻ ഇവരുടെ ചോദിച്ചത്, നിങ്ങൾ എന്തിനാ ഈ സംസാരിക്കുന്നേ? മോള് പാടും ഉറപ്പായിട്ടും. പാടാ. പാടാ. അല്ല അതല്ല, നിർത്തി. അന്നി ഒരു വെക്കളില്ല. അതെ, ചോദിക്കങ്ങോട്ട്. ഒന്ന് പാടിയാ മക്കളെ? പാടാനല്ല, വായിക്കാൻ പറയൂ. ഒന്ന് പാടി വായിക്കേ. ഏത് പാട്ടാ? കല്യാണി കളവാണി. ആരാ മ്യൂസിക്? ആരെങ്കിലും ചെയ്താ പോരെ? ഇല്ലേ? അയ്യോ, എന്താ അറിയില്ല, വയറ് നിറഞ്ഞു. ഇനിയിപ്പോ കഴിക്കാനൊന്നും വേണ്ട. ശരിയാക്കി കളിയും. മോള് പാടാൻ വന്നതാ, പാവം കുട്ടിയാണ്. അതെ, എനിക്ക് പാട്ട് കേൾക്കാൻ ഒരു ആഗ്രഹം. പാട്ട് പാടാ. വരെ പാടുന്നില്ല, ഞാൻ ഇപ്പൊ പറഞ്ഞതോളൂ. എന്നാ നിങ്ങളൊന്ന് വായിക്കാവോ? വായിക്കേ. എന്നാ ഞങ്ങൾ പോവാല്ലേ? ഓടിപ്പോരെ. അല്ല, മ്യൂസിക് ഒന്നും പറഞ്ഞില്ല ചേട്ടാ. മ്യൂസിക് അതൊന്നും അറിഞ്ഞൂടാ അല്ലേ? മോള് പഠിച്ചിട്ടില്ലല്ലോ മ്യൂസിക്കാ? ആ, ഞാൻ പിയാനോള് എന്തോരം വായിച്ചിട്ടുണ്ട്. അതല്ല, ഈ പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടർ. ഇതിപ്പോ പാടിയാ പോരെ അല്ലേ മോളെ? ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ അറിഞ്ഞിട്ട് എന്ത് വേണം? ചേച്ചിക്ക് എന്തോ ഏത് രാഗമാന്ന് ചോദിക്കണോ? ഇപ്പൊ കിട്ടും. രോഗിയാവും ഞാൻ. കല്യാണി കളവാണി ചൊല്ലം മിണി ചൊല്ല്. നല്ല പാട്ടല്ലേ മോളെ? ഈ മ്യൂസിക് അല്ല, കല്യാണി കളവാണി. അങ്ങനെയല്ലല്ലോ. കല്യാണി കളവാണി ചൊല്ലം മിണി ചൊല്ല്. അങ്ങനെയല്ലേ? അങ്ങനെ എന്റെ പൊന്നെ, ഇങ്ങനെയൊന്നും അല്ല മക്കളെ. നിങ്ങളൊന്ന് വായിക്കോ, എന്നെ ഒന്ന് രക്ഷിക്കോ. കല്യാണി കളവാണി ചൊല്ലം
ആൻസർ കുട്ടി ആ, കാലക്ക് കേട്ടാ സൂപ്പറായിട്ട് പാടി. ആ, കാരണം ആദ്യമായിട്ട് പാടുകയല്ലേ ഒരു വേദിയില്ലേ അല്ലേ? ആ. അപ്പൊ ഒരു പേടിയില്ല, ഒന്നും ഒരു കൂസലും ഇല്ല, വെച്ചൊരു കീറായിരുന്നു. അങ്ങടെ ഒരു കീറങ്ങടെ കീറി. എനിക്ക് തൊണ്ടയ്ക്ക് ഇങ്ങനെ വന്നായിരുന്നു, എന്നാലും ഞാൻ ഫുള്ളും പാടി. അതൊന്നും നമുക്ക് ആൻസർ ഒക്കെ അതൊന്നും ഒരു പ്രശ്നമല്ല അല്ലേ? ആ, നമ്മള് പാടിയിട്ടേ തീർത്തു. അല്ല ഒരു കാര്യം പറയട്ടെ, പറഞ്ഞു. ഒരു ചോദ്യം. ചോദിച്ചു. ഒരു ദിവസം വലിയ ആനയും കുഞ്ഞാനയും ഉണ്ടായിരുന്നു. ഒരു വലിയ ആനയും ചെറിയ ആനയും ഉണ്ടായിരുന്നു. ചെറിയ ആന പറഞ്ഞു, വല്യാനെ എനിക്ക് വെള്ളത്തിൽ കളിക്കണമെന്ന്. അപ്പൊ വല്യാന പറഞ്ഞു, പനിയല്ലേ മോനെന്ന്, മോനിന് പനിയല്ലേ എന്ന്. അപ്പളില്ലേ ഒരു ദിവസം ഇല്ലേ കുഞ്ഞാനയില്ലേ വല്യച്ഛനെ കാണാണ്ട് വെള്ളത്തിൽ തുള്ളിച്ചാടി. പനി പിടിച്ചു. എന്നിട്ട് വല്യച്ഛൻ പറഞ്ഞ്, ഇതിലേതാണ് എന്റെ മോനെന്ന്. എന്നിട്ട് കുഞ്ഞാനയുടെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞ്, എടി വാടി ഇതില് മോനേതാന്ന്. എന്നിട്ട് ഓടി വന്നിട്ട് അമ്മ പറഞ്ഞു, ദേ ഇരിക്കണം നിന്റെ മോനെന്ന്. മോനെ എന്ന് വന്ന ചായ കുടിക്കണ്ടേ? ആനയ്ക്കോ? ആ, കുഞ്ഞാനെ വിളിച്ചു. എന്നിട്ടില്ലേ വല്യച്ഛൻ പറഞ്ഞ്, നീ എങ്ങനെ കണ്ടുപിടിച്ചത് ഇടുന്ന്. അപ്പളില്ലേ കുഞ്ഞാനയുടെ അമ്മ പറഞ്ഞ്, എല്ലാം ഈ ജീവിതത്തിൽ എല്ലാം ആനയും കമ്മല് സെയിം അല്ലേ, പക്ഷെ നമ്മുടെ ആനയുടെ കമ്മല് സെയിം അല്ലല്ല. എന്തൊന്നാണിത്? എന്നിട്ട് അങ്ങനെ അറിഞ്ഞൂടാത്ത പോലെ പോയി ചമ്മിപ്പോയി. വല്യച്ഛൻ ചമ്മിപ്പോയി. ഒന്നും മനസ്സിലായില്ല. ചായ കുടിച്ചെന്ന് പറഞ്ഞില്ലേ, അത് കട്ടൻ ചായ ആയിരുന്നോ അതോ പാൽ ചായ ആയിരുന്നു? പാൽ ചായ. പാൽ ചായ. റിമി ചേച്ചി ചോദിച്ചു, പാൽ ചായ എങ്ങനെയാ ആന കുടിക്കുന്നത്? ഇല്ല, ഞാൻ ഒന്നും ചോദിച്ചില്ല. എനിക്ക് ആ കഥ ഭയങ്കര രണ്ട് ചോദ്യം പറയാനുണ്ടായിരുന്നു. ഇല്ല, ഇത് മതി, ഇന്നത് മതി. അയ്യോ, മോളെ ഈ റിമി ചേച്ചിക്ക് വല്ലാതെ എന്തോ അല്ലേ തലവേദന തലവേദനയൊക്കെ ഉണ്ട്. എന്നെ എന്തിനു പറയണത്? എന്ത് വിധിയാണിത്. വല്ലാത്ത ചതിയുമായി പോയി. അതെ, പക്ഷെ ജീവിതത്തില് റിമി ടോമി മുട്ടുകുത്തിയ ഒരു നിമിഷം ഇത് മാത്രമാണ്. അല്ലല്ല, ഞാൻ പള്ളിയിലും വീട്ടിൽ കുരിശ് വീട്ടിൽ കുരിശ് വരയ്ക്കുമ്പോഴും സ്ഥിരം മുട്ടുകുത്തി. പള്ളിയിലും കുർബാനയ്ക്കും മുട്ടുകുത്താറുണ്ട്. അല്ല, മോള് മുട്ടുകുത്തി നിർത്തിക്കുന്നു. ഓ പാവല്ലേ അത്, അതവിടെ ഇരിക്കട്ടെ. കൊച്ചിന് എത്ര ഇഷ്ടം നോക്കാം. നിങ്ങൾ എന്ത് പാര വെക്കാൻ നോക്കിയാൽ ആ കൊച്ചിനെ അറിയാട്ടോ എന്നെ. വേണമെങ്കിൽ MG ശ്രീകുമാർ ഇവിടെ നിന്നോ? ഒരു കാര്യം ചോദിച്ചോട്ടെ? അല്ലല്ല, അതൊന്നുകൂടെ പറയുമ്പോ റിപ്പീറ്റ്. MG അങ്കിൾ ഇവിടെ നിന്ന് മുട്ടുകുത്തിയിട്ട് പറ. ഇങ്ങനെ ഇരിക്കി, കൈ പൊക്കിയിരുന്നാ മതി, കൈ പൊക്കിയിരുന്നാ മതി. മുട്ടുകുത്തിയിട്ട് കൈ പൊക്കിയാ മതിയല്ലോ. അതെ, ഞാൻ ഇവിടെ മുട്ടുകുത്തിയാ ഇരിക്കുന്നേ, കാണുന്നില്ലേ? ശരി, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? തലയും കുത്തി നിന്നാ മതി, അതാ നല്ലത്. എനിക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ പാട്ട് മോൾ ഈ കല്യാണിക്കളവാണി പാടിയപ്പോ ഇതെപ്പോഴും കണ്ട് വൈറലായ ഇവിടെ പാടി ഒരു വൈറലായ ഒരു കുട്ടിയുണ്ട്, കല്യാണി കളവാണി പാടി. ദേ ആയിരിക്കണം മേഘന. എനിക്ക് മേഘടൂർ എടുത്തുന്ന ഒരു 2 വരി ഇത് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഒന്ന് പാടിക്കേ. കല്യാണി കളവാണി ചൊല്ലമ്പിളി ചൊല്ല്, വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ, ആൺപൂവാണീലമ്പലപ്പുഴയുണ്ണിക്കണ്ണനു പൂജയ്ക്ക്, പെൺപൂവാണീലാഹ മറ്റൊരു കാർവർണ്ണനുമാലയ്ക്ക്. കല്യാണി കളവാണി ചൊല്ലമ്പിളി ചൊല്ല്, വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ, കല്യാണി കളവാണി. എന്തായാലും ഒരു 5-6 മാർക്ക് അങ്ങ് തരാം പോരെ? സോ വി ആർ ഗിവിംഗ് യു 95 ഔട്ട് ഓഫ് 100. ആടി ഒരു റിമി ടോമി പൂക്കുറ്റി. ഞങ്ങൾക്കും തരാവോ? ഞങ്ങൾക്കും ഞാൻ ചേച്ചിക്ക്. ഓക്കെ, വേണമെങ്കിൽ ആ മീനുട്ടിക്ക് ഒരു കുത്തും കൂടെ കൊടുത്തരും. തരുവോ? എന്നെ അങ്ങനെ ചെയ്യോ? ചെയ്യില്ല. അയ്യോടാ, അത് പാവാ. മീനുട്ടി ഒന്ന് ഞെട്ടി കേട്ടോ. ശങ്കരോ
ഇവിടെ ആരും വന്നില്ലയോ? ഇല്ല. ഇവൻ എവിടെ പോയി കിടക്കുക? ശങ്കരോ, ശങ്കരോ, എവിടാ ഇത്? അതാ. ശങ്കരോ, എന്താ? ഞാൻ കൊറേ നേരമായിട്ട് വിളിക്കുക. അവിടെ എവിടായിരുന്നു? ഞാന് പുറത്തുനിന്ന് വരുവാ. പുറത്തുനിന്നോ? എന്താ ഉണ്ണിയപ്പം കഴിക്കായിരുന്നു അവിടെ? അതല്ല, തട്ടുകടന്നല്ല വന്ന്. പിന്നെ എവിടുന്നാ? ഞാന് ഈ സ്റ്റേജിന്റെ പുറത്തുനിന്ന്. സ്റ്റേജിന്റെ പുറകീന്ന്, പുറത്തുനിന്നല്ല പുറകീന്ന്. പുറകിന്ന് അതെ തന്നെ. ശങ്കരോ, യെസ്. എന്താ ഉടുപ്പ്? ആ, അതാ നല്ല സൂപ്പർ. ആരാ വാങ്ങി തന്നേ? ഹൈ, ഏ? വേഷായിരിക്കണം. ഐ, ഓറഞ്ച് വാച്ച്. അച്ഛൻ. അച്ഛൻ വാങ്ങി തന്നോ? അതെ. വാച്ച്. എന്തോ സൗന്ദര്യം. ഒന്ന് നോക്കൂ. ഓറഞ്ച് വാച്ച്. ഓറഞ്ച് വാച്ച്. നോമി കറുത്ത എടുത്തിരിക്കുന്നു. കോട്ട്. ആഹാ. പറയൂ, എന്താണ് വിശേഷം? എടാ, ഇവരെന്താണ് നീ ബോംബെയിലെ വിശേഷമല്ലേ ഉള്ളൂ. ഇപ്പൊ ഗണേശോത്സവം കഴിഞ്ഞതേ ഉള്ളൂ. അയ്യ. എന്താ ബോംബെയിലെ- പറയാ? അതെ. ഗണേശോത്സവം ഫുള്ള് വഴി. ഞാനൊരിക്കൽ ബോംബെയിലെ ഗണേശോത്സവം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓ, ആണോ? ആ, ഫുള്ള് വഴിയിലിറങ്ങി ഇങ്ങനെ അവരുടെ കൂടെ നമുക്ക് ഇങ്ങനെ അടിച്ച് ആനയുടെ ചവിട്ടും കിട്ടി. ആനയില്ല ചേട്ടാ, ഗണേശോത്സവത്തിന് ആനയില്ലായിരുന്നു. അന്ന് ആന ഉണ്ടായിരുന്നു. ഇല്ല ചേട്ടാ. അപ്പം ഏതാണാവോ പാട്ട്? എൻജോങ്കിളുടെ പാട്ട് തന്നെയാ. ആണോ? ആഹാ. ഏതാണ്? ഓ, ഇതിപ്പോ പറഞ്ഞോളൂ. എല്ലാം പൊന്നും പൂവും. പറഞ്ഞോളൂ. ഒരു വെള്ളം പൊന്നും പോവും. അതിനിടയ്ക്ക് കുറെ ഉണ്ടല്ലോ. കുക്കു കുക്കു കുക്കു. അതെ. അതാര് പാടും? ഇങ്ങനെ നടന്നു പോണ കുറെ കോറസ് പാടും. പാടുമല്ലേ? അതെ. അത് കഴിഞ്ഞിട്ട് കുറെ സംഗതികളുണ്ടല്ലോ. ആലിലെ കുന്നിലേ എന്താണ്? ആഞ്ഞിലിയിൽ ആലിലെ കൊന്നില് ആഞ്ഞില്. ആഞ്ഞിലിയിൽ പിന്നെന്താണ്? നീല കൊടുവേലി കൊണ്ടൊരു കൂടൊരുക്കാം. ആ, അവിടെ കുറെ സംഗതികളോ അയാള് പാടി ഇട്ടിട്ടുണ്ട്. എന്റെ അമ്മോ. എന്തായാലും അമ്മ വിളിച്ചിട്ട് കാര്യമില്ല, പാടിയേ പറ്റൂ. ഇതൊക്കെ നമ്മള് നന്നായിട്ട് പാടൂല്ലേടാ. പിന്നെ അവൻ കലക്കും, പാലൊക്കെ അടിച്ച് അടിച്ച് പൊളിക്കും. നമുക്ക് കൂടെ കയറിയാലോ പാട്ടിലോട്ട്? യെസ്. ഉം? അതെ. നീ ആ ശരി, കേറിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടൂ. all the Thank best. you. All the best. താങ്ക് യു. ഒരു കൊല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കണി കാണാ കുന്നിൽ മിന്നും തിരികൂടി പാവും
ഇങ്ങനെ ഒരു ഡാൻസ് അറിയാത്ത ആള് ഡാൻസ് കളിക്കുന്നത് അയ്യോടാ അവൻ തന്നെ ഇങ്ങനെ ഒരാള് ഡാൻസ് അറിയാത്ത ഡാൻസ് കളിക്കുന്നത് നന്നായിരുന്നു ഗ്രൂപ്പ് സൂപ്പർ. മക്കളെ യെസ് നല്ല അറ്റംപ്റ്റ്, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ആദ്യത്തെ വരി തന്നെ തുടക്കം തന്നെ തനനാന നീ നാനാന, ആ സാധനം വലിയ പ്രയാസമൊക്കെ അതെ തുടക്കത്തിലെ ഹൈ ആ സാധനം കിട്ടിയെന്നേ ഉള്ളൂ. മോൻ എല്ലാ സ്ഥലത്തും പെർഫെക്റ്റ് ആയിട്ടാണ് പാടിയത്. താങ്ക് യു. വെരി ഗുഡ്. കാരണം എല്ലാം നല്ല ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. ലാസ്റ്റിലെ ഡാൻസ് ഒക്കെ നന്നായിരുന്നു കേട്ടോ. പക്ഷേ ആലിലെ കുന്നിലെ ആഞ്ഞിലിയിൽ അവിടെ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ഒന്ന് പാടിക്കൊന്ന്. ആലിലെ കുന്നിലെ ആ ആഞ്ഞിലിയിൽ ആ നീല നീലക്കൊടുവേലി കൊണ്ടൊരു കൂടൊരുക്കാ. സബാഷ്. അടുത്തത് മാനത്തെ മാറിവിൽ മാനത്തെ മാരിവിൽ ചെല്ലയെന്നിൽ. സബാഷ്. സാബാഷ്. ഇത് ആ സ്ഥലത്ത് ഞാൻ നോട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ല ഒന്നിൽ മോൻ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കേട്ടോണം, മോൻ ഇത്രയും പെർഫെക്ഷൻ വന്നില്ല. ഇത് പെർഫെക്റ്റ്. അതാണ് ഞാൻ പാട്ട് തുടക്കത്തിലേ പറഞ്ഞത്. ഇത്രയും സ്പീഡിലുള്ളൊരു പാട്ട് ഇനി ഇതിൻ്റെ ഇടയിൽ ഇത്രയും സംഗതി ഭയങ്കര കൊള്ളിച്ച് വെച്ചിരിക്കുകയാണ് സംഗതി. മാരിവിൽ അത് കൊള്ളിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു ഏട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ഒന്നീ അപ്പുറത്തെ ആടും അല്ലേ ഇപ്പുറത്ത് നിൽക്കും. അതെ. കൃത്യമായിട്ട് പാടി. കുറേ നാളായി ഈ പാട്ട് ഒരാൾ കൃത്യമായിട്ട് പാടി കേട്ടിട്ട്. കാരണം പാടും, പക്ഷെ ഒരുപാട് നമ്മൾ പറയേണ്ടി വരും. ഇന്ന മോനെ അവിടെ പോയി, മോനെ ഇവിടെ പോയി, മോനെ മറ്റിടത്ത് പോയി എന്നൊക്കെ. പക്ഷെ ഇത് കലക്കി. ആ ഡാൻസ് ഇപ്പം മോന് ഉള്ളതല്ലേ പറ്റത്തുള്ളൂ അല്ലേ? ഇപ്പം മോഹൻലാൽ ചെയ്യുന്ന പോലെ പറ്റുമോ ചെയ്യാൻ? ഇല്ല. ഇല്ല. അതെന്താ? അത് പിന്നെ ഞാൻ അത്രയും ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പ്രാക്ടീസ് ചെയ്താൽ പറ്റുമോ? അറിയില്ല. അറിയില്ല. ചിലപ്പോ പറ്റുമായിരിക്കും. മോൻ അത് ചെയ്യണം. കാരണം ഒരു പെർഫോമർ എന്ന് പറയുമ്പോഴത്തേക്ക് മോൻ ഇപ്പം സംസാരിക്കുന്നവരെ ഒരു എന്താണ് അച്ചടി ഭാഷയിലാണ് സംസാരിക്കുന്നത്. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. ഓക്കെ. മാറ്റിയെടുത്ത് നമ്മുടെ സാധാരണ കൊളോക്കൽ ലാംഗ്വേജ് സംസാരിക്കത്തില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയത്തില്ലേ. അപ്പം ഞാൻ സംസാരിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ മോൻ എന്ത് തോന്നും? മോൻ നന്നായിട്ട് പാടി ചില സ്ഥലങ്ങളിൽ, അതായത് ആലില കുന്നിലെ ആഞ്ഞിലിയിൽ എന്ന സ്ഥലത്ത് ഒരു സംഗതി കുറച്ചു മാറിപ്പോയി. അതിൽ തെറ്റില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോന് തോന്നില്ല ഇവ എന്ത് പാടാ പറയുന്നത്. അപ്പം മോന് മാറ്റിയെടുക്കണത്. കാരണം മോൻ മിടുക്കനാണ്. താങ്ക് യു. മോനെ ആ ശങ്കർജി, യെസ്. എനിക്ക് മോനെ ശങ്കർജി എന്ന് വിളിക്കാനാ. മോന്റെ ഇന്നത്തെ ആ ഒരു അറ്റയർ, ഇന്നത്തെ ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് അങ്ങനെ വിളിക്കാനാ തോന്നുന്നത്. വിളിച്ചോട്ടെ? ബിന്നി ആന്റിക്കാണെങ്കിൽ വിളിച്ചോ. ആ. പക്ഷെ ഇത് കേരള, എന്നോട് മഹാരാഷ്ട്രീയൻ നെയിം വിളിച്ചാൽ കുറച്ച് വിയേർഡ് ആയിരിക്കത്തില്ലേ? ഓ ബിന്നി ആന്റിക്ക് പക്ഷെ വേണമെങ്കിൽ വിയേട് അങ്ങനെയൊന്നുമില്ല. ബിന്നി എനിക്ക് ആന്റിക്ക് വേണമെങ്കിൽ വിളിക്കാം. ബിന്നി ആന്റി എനിക്ക് കുഴപ്പമില്ല. വേണമെങ്കിൽ വിളിക്കാം. ആ, പക്ഷെ വിളിക്കാം. മഹാരാഷ്ട്രീയൻ ഭാഷയിൽ വിളിച്ചാൽ കുറച്ച് വിയേർഡായിരിക്കില്ല. ഇത് കേരളത്തിൽ ഇങ്ങനെ സംസാരിക്കും മോനെ. ഇപ്പൊ എല്ലാവരെയും ഇപ്പൊ ശ്രീകുമാർ ജി എന്ന് വിളിക്കും, ബിന്നി ജി, റിമി ജി എന്നൊക്കെ വിളിക്കും മോനെ. അതല്ല ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ വിളിച്ചാ മതി. അങ്ങനെ തന്നെ വിളിച്ചാ മതി അല്ലേ? ശരി ശങ്കർജി. നല്ല രസം മാറ്റണ്ട അല്ലേ? ഒരു വെറൈറ്റിയാ, നീ ഇത് തന്നെ മാറ്റണ്ട. വെച്ചോ. എനിക്കത് ഇത് വെച്ച് ഇഷ്ടായി. ഇനി മാറേ വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു തിരിച്ചെടുത്തു. അതെ മക്കളെ, ഇത് നല്ല 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 പാട്ട് സെലക്ഷൻ. ശരിക്കും അങ്ങനെ ഒട്ടും നിസാരമല്ല ഇത് മോൻ പാടാൻ. പക്ഷെ മോൻ വളരെ നന്നായിട്ട് പാടി. അതിന്റെ ഓരോ സംഗതികളും, ഈ പൊടി സംഗതി എനിക്ക് തോന്നുന്നു അത് ചേട്ടൻ കൊടുക്കുമായിരിക്കും അല്ലേ? ഒരു വല്ലം പൊന്നും പോ, ആ സംഭവം ഒരു ടങ് 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 എന്നുള്ള സംഭവം. ആ അതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എടുക്കുന്ന ഉടനെ മുകളിലേക്കല്ലേ അത് പോകുന്നത്. മോൻ അതെല്ലാം നന്നായിട്ട് പാടി. എനിക്ക് ഫസ്റ്റ് ചരണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ചരണത്തിൽ ഒരിടത്തിൽ മാത്രം ചില്ലയിൽ അവിടെ മാത്രം ഒരു കുഴപ്പം തോന്നിയുള്ളൂ. പിന്നെ അത് രണ്ടാമത് ഇപ്പം പാടിച്ചപ്പോൾ അതൊക്കെ എന്തൊരു ബുദ്ധിമുട്ടാണ് ഇതെടുക്കാൻ. ഇത്രയും വേർഡ്സിൻ്റെ നടുവിലും ഇത്രയും സ്പീഡ് ട്യൂണിൻ്റെ നടുവിലും സംഗതികളൊക്കെ എടുക്കണത്. മോനതൊക്കെ മോനൊരു നല്ല ജ്ഞാനസ്ഥൻ, മിടുക്കനാണ് മോൻ. അസാധ്യ ടാലൻ്റ് ഉള്ള ഒരു കുട്ടിയാണ് കേട്ടോ. മിടുക്കനായിട്ട് വരട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ശങ്കര, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം പറയട്ടെ, ഞാൻ ഇങ്ങനെ ഇത്രയും വെറൈറ്റി ആയിട്ട് ഒരു കൊച്ചിനെ കണ്ടിട്ടില്ല. സംസാരം ആയിക്കോട്ടെ, നിന്റെ ശബ്ദം ഉണ്ടല്ലോ, കണ്ണു വയ്ക്കാതിരിക്കട്ടെ, ക്രിസ്റ്റൽ ക്ലിയർ വോയിസ് എന്നൊക്കെ പറയല്ലേ, നല്ലൊരു പെൺകുട്ടിയുടെ ശബ്ദമാണ് ഇപ്പോളെ. അത് നല്ല ഒരു പുഴ, എന്താ പറയുക, നല്ല കൊയിൽ പോലെ, അതായത് സംഗതികളൊക്കെ കിണകിണാന്ന് പറഞ്ഞ് വരുകയും എന്ത് ക്ലാരിറ്റിയാണ്. പിന്നെ ഭയങ്കര കോൺഫിഡൻസ്. വേറെ കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ പ്രാക്ടീസ് ഓവർ കോൺഫിഡൻസ് ഇല്ല.
അല്ല അങ്ങനെ പറഞ്ഞില്ല, കോൺഫിഡൻസ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ ഓവർ കോൺഫിഡൻസ് ആടാ മോനെ എന്ന് പറഞ്ഞേനെ. എന്റെ അമ്മ പറയാറുണ്ട് കോൺഫിഡൻസ് ചിലപ്പോ കുറച്ച് കൂടുതൽ ഓവർ കോൺഫിഡൻസ് ആവും. അല്ല പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ ഇപ്പൊ നല്ല കോൺഫിഡൻസ് ആയിട്ടാ തോന്നി. കാരണം പറയട്ടെ, പ്രാക്ടീസ് സെക്ഷൻ ഇവിടെ വന്നു, അപ്പോഴൊക്കെ ഇവൻ ഇവിടെ നമ്മളോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രാക്ടീസ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല. കാരണം അവൻ അറിയാം. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇതെന്തേ പ്രാക്ടീസ് ഒന്നും ശ്രദ്ധിക്കാതെ ഇവിടെ ഇങ്ങോട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ ഏട്ടാ. പക്ഷെ അവനറിയാം അതെങ്ങനെ പാടുമെന്ന്. പക്ഷെ ഇപ്പോൾ പാടി കഴിഞ്ഞ് കേട്ടപ്പോഴാണ് മനസ്സിലായത്, മോനെ ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ, എന്തോ സംതിങ് ഉണ്ട്. ഡാൻസ് നന്നായിരുന്നു റിമി അല്ലേ. ഇവനല്ലേ ഇവന്റെ വർത്താനം, ഇവന്റെ പെരുമാറ്റത്തിലും ഇവന്റെ പാട്ടിലും എന്തോരോ ഉണ്ട്. അത് വഴിയെ നമുക്ക് കാണാം. നീ ഞെട്ടിക്കാനിരിക്കുകയാണെന്ന് തന്നെ മനസ്സിലായി കേട്ടോ മക്കളെ. അപ്പൊ ഇതുപോലെ തന്നെ മുമ്പോട്ട് പോട്ടെ നന്നായിട്ട് അല്ലേ. റിമി എന്തൊക്കെ എഴുതി വെച്ചെന്ന് പറഞ്ഞു. അല്ല ഇത് പറഞ്ഞു പെട്ടെന്ന് കഴിഞ്ഞു. റിമി എന്തൊക്കെയോ എഴുതി വെക്കും, പാടുമ്പോഴത്തേക്ക് റിമി ഇങ്ങനെ എഴുതുമായിരുന്നു. അല്ല ഞാൻ ഈ സൈഡില് യൂണിക് വോയിസസ് അങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ഫീമെയിൽ വോയിസ് ഭയങ്കര കോൺഫിഡൻസ് ബോയ് സുന്ദർ ഹേ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ഏ ബോയ് നാളത്തെ വാഗ്ദാനം ഹേ എന്നൊക്കെ ഞാൻ പറഞ്ഞു എഴുതുക. ഫ്യൂച്ചർ പ്രൈം മിനിസ്റ്റർ ഹോ ജായക എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. എനിക്ക് നല്ലോണം ഹിന്ദി അറിയാം. ആണോ ചേച്ചി? നിങ്ങൾ ഒന്ന് സംസാരിച്ച റിമി ചേച്ചി ഹിന്ദിയിൽ. ഞങ്ങൾക്കൊന്നും അറിയാം. റിമി നേപ്പാളിലല്ലേ ജനിച്ചേ? എവിടെയാ ജനിച്ചേ? അല്ല എവിടെ ജനിച്ചു? ഞാൻ ചണ്ഡീഗഡിൽ ജനിക്കേണ്ടത്. ചണ്ഡീഗഡിൽ ജനിക്കേണ്ടതായിരുന്നു. പക്ഷെ ഫ്ലൈറ്റ് കയറിഞ്ഞു പോകുന്നു. ട്രെയിൻ കയറി പാലായിൽ ജനിച്ചു. അല്ല ആദ്യം ജനിച്ചത് എവിടെ? അങ്ങനെ 5-6 പ്രാവശ്യമൊക്കെയാണ് ജനിക്കുന്നേ. അല്ലല്ല എന്താ ഞാൻ ഇവരുടെ നടുക്കിരുന്ന് എനിക്ക് വലിയ പ്രശ്നം കേട്ടോ. എന്നെ വേറെ എവിടെങ്കിലും ഇരുത്തണം, എന്റെ റിക്വസ്റ്റ് ആണ്. അല്ലെങ്കിൽ എന്റെ സീറ്റ്. ചേട്ടാ ഇതൊരു സത്യമായിട്ടുള്ള കാര്യമല്ല ചേട്ടാ. ചേട്ടൻ ആദ്യം എവിടെയൊക്കെയാ ജനിച്ചെന്ന് ആദ്യം ഞാൻ നിർത്തി. ചേട്ടന്റെ അമ്മയുടെ വയറ്റിലല്ലേ ആദ്യം ജനിക്കുന്നത്. കഴിഞ്ഞല്ലേ നമ്മുടെ ജനനം. മോനെ റിമിയുടെ ഹിന്ദി പറഞ്ഞു. बोलो कुछ पूछो ना मुझे. बेटा खाना खाया? हाँ खाना खाया. बेटा तुम खाया? नहीं खाया तो जल्दी जाओ, खा के सो जाओ ठीक है. गुड नाइट. ഗുഡ് നൈറ്റ്. गुड नाइट. शुभ रात्रि. नमस्कार. नमस्कार. मेरे पास एक मुकुट थोड़ा मार्क है. बोलो कितना मार्क है? मैं उनको दिया 98 out of 100. थैंक यू. ओके मालूम मैं अफसोस होता है, वरना अफसोस होता है. എന്നെ ഓത്തായേ ഒന്നും മനസ്സിലായില്ല. ഇത് തമിഴാണോ ഹിന്ദിയാണോ? എന്നെ ഓത്താ ഹെ. अफसोस होता है. ഓ അഫ്സോസ്. അതെന്ത് സോസാ ചേട്ടാ? തക്കാളി സോസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ടൊമാറ്റോ അപ്പൊ നീ ഹിന്ദി അറിഞ്ഞൂടല്ലോ നിനക്ക്. मुझे हिंदी आता है. कितने बार मैं बोलूं? वरना अफसोस होता है. എടാ, അത് സ്റ്റാൻഡേർഡ് ഹിന്ദിയാ. എന്നുവെച്ചാൽ ഞാൻ കുറച്ച് ഇങ്ങനെ ഒരു Tired ആണ്. ടയർഡായി ആ ഒരു ഫീൽ ഒരു ഇതായെന്നാ പറയണത്. അസ്വസ്ഥ പറഞ്ഞ ആട്ടി ഒരു ഹിന്ദി പുകുറ്റി. Thank you. ശുക്രിയ. ശുക്രിയ. ടാറ്റ. ഇതുവഴി ഹേ. ഇതുവഴി. ഹേ. താങ്ക് യു. പോടാ. അവൻ തൊഴുത് നിൽക്കുന്ന. ചില്ല ചില്ല ചിങ്കില മോടെ
താലി തയ്യാറ് തയ്യാറ് താരേ കദളി കൺകദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ കിളികൾ വലകിലുക്കണ വള്ളിയൂർക്കാവിൽ കളഭം പൊഴിയും കിക്കിളിക്കൂട്ടിൽ കിളികൾ വലകിലുക്കണ വള്ളിയൂർക്കാവിൽ കളഭം പൊഴിയും കിക്കിളിക്കൂട്ടിൽ ഉറങ്ങും നിത്യമെൻ മോഹം ഉണർത്തും വന്നൊരു നാണം തയ്യാറ് തയ്യാറ് താരേ കദളി കൺകദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ മുളയ്ക്കും കുളിമുഖക്കുരു മുത്തുകൾ പോലെ മുളമ്പൂ മയങ്ങും കുന്നിനു താഴെ മുളയ്ക്കും കുളിർമുഖത്തൊരു മുത്തുകൾ പോലെ മുളമ്പൂ മയങ്ങും കുന്നിനു താഴെ നീലക്കിയ തൂവലം മഞ്ചം നിവൽത്തി വീടും നെഞ്ചം തയ്യാറ് തയ്യാറ് താരേ കദളി കൺകദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ കദളി കൺകദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ വേൽമുരുക ഹരോ ഹര വേലായുധ ഹരോ ഹര ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം വീരൻ പടയുടെ പൺമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം ഇന്നിക്കരയുള്ളവനക്കരയെത്തും തക്കിടി തകിലടി മേളം ഇത് മാമലമേലെ സൂര്യനൊലിക്കും പുലരിക്കതിരും വെള്ളിത്തേര് കാടും മലയും പുഴയും കടന്ന് കേറി വരുന്നൊരു വള്ളിത്തേരാണേ മുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാഹോ മുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാ ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും നാളം വീരൻ പടയുടെ പൊന്മുടി ഏറ്റിപ്പെട്ടിക്കേറും നാളം ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം ഇന്നിക്കരയുള്ളവരക്കരയെത്തും തക്കിടി തകിലടി മേളം ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര് കാടും മലയും പുഴയും കടന്ന് കേറി വരുന്നൊരു വള്ളിത്തേരാണേ മുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാഹോ മുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാ ഈ താരകാസുരനെ വടിവേലിൽ കോർക്കാനല്ലോ തിരുവന്നൂരിൽ വടിവേലൻ വന്ന് ഈ ശൂരപത്മന്റെ ശൗര്യമടക്കാനല്ലോ സേനാപതിയായി തിരുമുരുകൻ വന്ന് പടിയാറും കേറി ചെന്നാലും ബലമുണ്ടേ തേരും തിരയുമുണ്ടേ മുടിവട്ട മുടിയിൽ ചേർത്തും മൂത്തോർക്കെല്ലാം ദൈവത്തിൽ ലഹരിയുണ്ടേ വെട്ടിവേൽ മുരുക 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 ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാഹോ മുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാ ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം വീരൻ
ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം എന്നിക്കരെ ഉള്ളവനക്കരെ എത്തും തക്കിടി തകിടി മേളം. മുനിയാണ്ടി പണ്ടാരങ്ങൾ മുറ്റത്തെത്താറായല്ലോ അറുപട വീട് ഇത് തിരുവലമേട്. ഇനി അഗ്നിക്കാവടിയാടാൻ തീക്കനലിൽ നാഴിയൊരുക്കണ്ടേ പൂപ്പട കൂട്ടാൻ ഇനി കൊട്ടടപട്ടം. വിയാളിക്കോലം ചുറ്റിക്കോ മരമുണ്ടേ വാടും പരിചയുണ്ടേ ഉക്കില നാക്കിലാരു വിളക്ക് ചിലമ്പി ചിലമ്പുമുണ്ടേ വെട്രി മഞ്ചടി കൊഞ്ചടി കുറുമ്പി വെൽമുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാഹോ വെൽമുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാ. ശൂരം പടയുടെ ചമ്പട കൊട്ടിക്കോലം തുള്ളും താളം വീരൻ പടയുടെ വൻമുടിയേറ്റി കൊട്ടിക്കേറും താളം ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം ഇന്നിക്കരയുള്ളവൻ അക്കരെ എത്തും തക്കിടി തകിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേന് കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു പള്ളിത്തേരാണ് വെൽമുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാഹോ വെൽമുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാ വെൽമുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാഹോ വെൽമുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാ. അങ്ങനെ ടോപ്പ് സിംഗർ സീസൺ 5ന്റെ ഒരു അടിപൊളി എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. പ്രേക്ഷകർ കണ്ട പോലെ തന്നെ ഇവിടെ ലിറ്റിൽ ഏഞ്ചൽസും വലിയ ആൾക്കാരും എന്ത് രസമായിട്ട് പാട്ട് പാടണല്ലേ. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. 7 മണിക്കാണ് നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി വേറെ എപ്പിസോഡായി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.